ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ രാവിലെ പയറുതോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ്. നമ്മുടെ പയറിന് പന്തലൊക്കെ വള്ളിയൊക്കെ വലിച്ച് നമ്മൾ കെട്ടി. അപ്പം നമ്മുടെ പയർ പന്തലിലോട്ടൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിനകത്ത് രണ്ട് തരത്തിലുള്ള പയറാണ് ഇട്ടേക്കുന്നത്. ഒന്ന് ഹുസൂർ ബീൻസും മറ്റൊരെണ്ണം അച്ചിങ്ങപ്പയറും. ഹുസൂർ ബീൻസും അച്ചിങ്ങപ്പയറും ഒരേപോലെ തന്നെയാണ് നട്ടത്. പക്ഷേ ആദ്യം പൂവിട്ട് കായ്ക്കാൻ തുടങ്ങിയത് ഹുസൂർ ബീൻസാണ് കേട്ടോ. കണ്ടില്ലേ, നമുക്ക് പയറൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വലിപ്പം വരെ വെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വിത്ത് അനുസരിച്ചായിരിക്കും പയറിൻ്റെ വളർച്ചയും വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വിത്താണെങ്കിൽ ഹുസൂർ ബീൻസ് നമുക്ക് ഒരു 40 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് വിളവെടുക്കാം കേട്ടോ. 40-45 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് പൂവിട്ട് പയറൊക്കെ ആകാൻ തുടങ്ങും. ഹുസൂർ ബീൻസ് എല്ലാം തന്നെ പൂവിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അച്ചിങ്ങപ്പയറിലോട്ട് വന്നു കഴിഞ്ഞാൽ അച്ചിങ്ങപ്പയർ പൂവിടാൻ അങ്ങനെ തുടങ്ങിയിട്ടില്ല. പന്തലയിലോട്ട് കയറി വരുന്നതേ ഉള്ളൂ. ഇതാണ് അച്ചിങ്ങപ്പയർ. അച്ചിങ്ങപ്പയർ 1-2 ഇടത്തൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം പൂവിട്ടിട്ടില്ല. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞായിരുന്നു, ഇവിടെ നമ്മൾ പന്തലിട്ടത് ചെറിയൊരു പ്രശ്നം വന്നത്. പയറിട്ട കൂടെ തന്നെ നമ്മൾ ചീരയും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രൈയിൽ വിത്ത് പാകി കിളിപ്പിച്ച ശേഷം ഒരു 2 ഇലയൊക്കെ ആയപ്പോൾ നമ്മൾ പറിച്ച് നട്ടതാണിത്. പ്ലാത്താങ്കണ്ണി എന്ന് പറയുന്നൊരു ഇനത്തിൽപ്പെട്ട ചീരയാണ്. എല്ലാം തന്നെ നല്ലതായിട്ട് തന്നെ കയറി വന്നിട്ടുണ്ട്. ഇത് ഡ്രൈയിൽ പാകിയിട്ട് നമ്മൾ ഇടയിൽ കുഴിച്ചിടുക ചെയ്തത്. കുഴപ്പമില്ലാതെ കയറി വന്നു.